വളരെ അവിചാരിതമായ നിയോഗമാണ് ബലഹീനായതിനെ പരിശുദ്ധ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. മദ്രാസത്തിൽ കഴിഞ്ഞ 7 വർഷമായി പ്രധാനം ശുശ്രൂഷ അനുഷ്ഠിച്ചു വരികയാണ്. അത് തുടരുകയും ചെയ്യണം. ഞങ്ങളോട് ചേർന്ന് കോട്ടയം മദ്രാസത്തിൽ പരിശുദ്ധ മാതാവിന് വേണ്ടിയെ സഹായിക്കുവാനായി ബലഹീനായ എന്നെ സഹായപ്പെടുത്തുന്ന എനിക്ക് പരിശുദ്ധ മാതാവിനോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇന്നലെയാണ് പരിശുദ്ധ മാതാവിനോട് കൽപ്പന ബലഹീനായ എൻ്റെ കയ്യിൽ നൽകിയത്. വിവരങ്ങൾ വിളിച്ചു പറയുന്നത് കാശ്മീർ കഴിഞ്ഞ് ദോഹയിൽ പള്ളിയിലെ ആരാധനയ്ക്ക് ശേഷം ഇറങ്ങി വന്നപ്പോഴാണ്. പരിശുദ്ധ മാർപ്പാടി തിരുമേനിയുടെ ഓർമ്മപ്പെടുന്നതിനോട് ചേർന്നും അഭ്യർത്ഥിയ ഓർമ്മപ്പെടുന്നതിനോട് ചേർന്നുമാണ് ഈ നിയോഗം വിഭജിക്കുന്നത്. വലിയ ഭയത്തോടുകൂടിയാണ് ബലഹീനത നൽകുന്നത്. 7 വർഷം മദ്രാസ് ശുശ്രൂഷ അർപ്പിച്ചുവെങ്കിലും കോട്ടയം മദ്രാസനത്തിന്റെ പിതാക്കന്മാരുടെ നിരകളെ നോക്കുമ്പോൾ അവരുടെ തപസ്സും പ്രാർത്ഥനയും അവരുടെ നേതൃത്വവും മനസ്സിലാക്കുമ്പോൾ അത് മെത്രാപ്പൊലീത്തയായാലും സഹായ മെത്രാപ്പൊലീത്തയായാലും അവരുടെ എല്ലാവരുടെയും പേരുകൾ നോക്കുമ്പോൾ ആകപ്പാടെ ഭയമാക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ബലഹീനത നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പാമ്പാടി നേതായി വിശുദ്ധ എത്തിച്ചു കഴിഞ്ഞ അവിടുത്തെ നേതൃത്വം പറഞ്ഞു, ഈ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങൾ തന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഞാനും നിങ്ങളെ നോക്കിക്കോളാം. നമുക്ക് 2 കൂട്ടർക്കും കൂടി ഒരുമിച്ച് ദൈവത്തിലേക്ക് നോക്കി യാത്ര ചെയ്യാം. ഇവിടെ ആയിരിക്കുന്ന ഈ വൈദിക ഗണത്തോട് ചേർന്ന് ഈ മദ്രാസ നയിക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പനകൾക്ക് വിധേയമായി അനുവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മദ്രാസത്തെ ശുശ്രൂഷിക്കുവാനുള്ള നിയോഗം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വഴി സ്വീകരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാദായ എല്ലാ സ്നേഹാദരവും ഭക്തിയാദരവും ബഹുമാനം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി മുതൽ ഇന്ന് ഓർക്കപ്പെട്ട അഭ്യർത്ഥിയ എല്ലാ പിതാക്കന്മാരുടെയും ശുദ്ധങ്ങളുടെയും പ്രാർത്ഥനകളും മധ്യസ്ഥകളും ഞാൻ യാചിക്കുന്നു. ദൈവം നമ്മെ